അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജ് ചെയ്യാൻ നിവൃത്തിയില്ലാത്ത ആളുകൾക്ക് ഒരു ഓഫറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കോമാട്ട് ജാലിൽ അബ്ദുള്ളക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷ എങ്ങാനും നിങ്ങളുടെ ഭാഗ്യത്തിന് കോമാട്ട് ജാലിൽ അബ്ദുള്ള സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു മക്കളെ. പിന്നെ നിങ്ങൾക്ക് പാസ്പോർട്ട് വേണ്ട, വിമാനം വേണ്ട, ടിക്കറ്റ് വേണ്ട, വിസ വേണ്ട, ഒന്നും വേണ്ട. പക്ഷിയുടെ പുറത്ത് ആ ചിറകിലേറി ഉസാറായിട്ട് എല്ലാം കണ്ടുകൊണ്ട് വിമാനത്തിൽ കയറിയാൽ അങ്ങനെ ഒന്നും കാണാൻ കഴിയില്ല. ആ ചെറിയ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ ഒറ്റ വെക്കുന്നത് മാത്രമല്ല നമുക്ക് കാണാൻ കഴിയൂ. എന്നാൽ അങ്ങനല്ലല്ലോ, ഇതിങ്ങനെ രാജാവിനെ പോലെ പക്ഷിയുടെ മുകളിൽ ഇങ്ങനെ കിടന്ന് ഇരുന്ന് സുഖിച്ചുകൊണ്ട് എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരമാണ് കോമാട്ട് ജാലിൽ അബ്ദുള്ള നൽകുന്നത്. കോമാട്ട് ജാലിൽ അബ്ദുള്ള പക്ഷിയുടെ മുകളിൽ പലതവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ കറാമ്പൊക്കെയുള്ള ഷെയ്ഖ് മുരീദന്മാരെ സംസ്കരിച്ചെടുക്കുന്ന, അവരെ നേർവഴിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം നിങ്ങളെ ഒന്നുകൂടി കാണിക്കുകയാണ്. മറ്റാരുമല്ല, നമ്മളെ പ്രധാനപ്പെട്ട മുരീദ് തെറിയൂർ കുഞ്ഞമ്മേൻ്റെ ആണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അത് കാണുന്നത് നന്നായിരിക്കും. സ്റ്റേജിമ്മ കയറിയാൽ വയല് പറയാനും പ്രസംഗിക്കാനും ഉഷാറാണ്. ആലിമീങ്ങൾ സ്റ്റേജിമ്മ കയറി തെറി പറയാനൊക്കെ ഉഷാറാണ്. മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞിട്ട് മണിക്കൂർ നേരമായി സ്റ്റേജ് കയറി തെറി പറയുന്ന മൂല്യരാണ്. ഞങ്ങൾക്ക് ഇതിൽ വേദന ഉണ്ട്. ആലിമീങ്ങൾ തെറിയനിൽ തൊടുപുയാറിന് ചങ്ങായിയാണ്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ കാണുന്ന ആളെ പലർക്കും പരിചയം കാണും. ഇയാൾ ഇന്നലെ കടപ്പുറത്ത് വെച്ച് ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ കടപ്പുറത്ത് ചവക്കാട് കടപ്പുറത്ത് വെച്ചാൽ കണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൂടെ ആരൊക്കെ ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും കടപ്പുറത്ത് കൂടി ഇങ്ങനെ തേരാപ്പാറാന്ന് നടക്കുമ്പോൾ, പ്രത്യേകിച്ച് രണ്ടാം പെരുന്നാൾ ദിവസം വൈകിട്ട് അദ്ദേഹത്തെ കണ്ടതാകെ ജനങ്ങൾ തിങ്ങി നടക്കുന്ന സമയം. പല ജാതി ആളുകളും പല രൂപത്തിലുള്ള ആളുകളുള്ള സ്ഥലമാണ് കടപ്പുറം. അത് വഴിക്ക് ഇദ്ദേഹം ഇങ്ങനെ അങ്ങോട്ട് തേരാപ്പാറ നടക്കേണ്ടപ്പോൾ നമ്മളും ചിന്തിച്ചെന്ത്, സാധാരണക്കാരിലപ്പുറം വലിയ താടിയും തലപ്പാവും തൊപ്പിയും തോപ്പൊക്കെ ഇട്ട് ആ ചിഹ്നത്തിനൊരു പ്രത്യേകത ഉണ്ടല്ലോ, അതൊന്നും മാനിക്കാതെ അദ്ദേഹം കടപ്പുറത്ത് കൂടി ഇങ്ങനെ തേരാപ്പാറ നടക്കും. അത് മാത്രമല്ല, അങ്ങനെ മഗ്‌രിബ് ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ കൂട്ടുകാരൊക്കെ ആ പരിസരത്ത് വെച്ചിട്ട് 2-3 ആളൊക്കെ ഞങ്ങൾ നിസ്കരിച്ച്. അപ്പോഴും ഞങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ഒന്നുണ്ടായ അഭിപ്രായം പറഞ്ഞു, അയാൾ മൂല്യരായിട്ട് പോയി നമ്മൾ നിസ്കരിക്കുന്നത് കാണുന്നില്ലല്ലോ. അപ്പോൾ പെണ്ണുങ്ങളെ കൂടെ ഇങ്ങനെ തിട്ടണ്ടി നടക്കുന്നതാണ് ആൾ കാണുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞാൽ നിസ്കരിക്കണ്ടോന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇവരൊക്കെ യൂട്യൂബൊക്കെ ആയി പ്രസംഗിക്കുന്ന ചീത്ത പറഞ്ഞ പണ്ഡിതന്മാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചീത്ത പറഞ്ഞ ഒരാളാണ്. പ്രത്യേകിച്ച് ഇയാളെ കുറിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഇയാളൊരു യൂട്യൂബിലൊക്കെ പ്രസംഗിക്കുന്ന ഒരാളാണെന്ന് നോക്കി ചെക്കന്മാർ പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഇന്ന് കേരളത്തിലെ ഏകദേശം പണ്ഡിതന്മാരൊക്കെ ചീത്ത പറയുന്ന പണ്ഡിതൻ. അങ്ങനത്തെ ഒരാൾ കടപ്പുറത്ത് വന്ന് മഗ്‌രിബിൻ്റെ ഒക്കെ സമയം കഴിഞ്ഞ് ഇശ പോലും മഗ്‌രിബ് പോലും നിസ്കരിക്കാതെ മഗ്‌രിബ് ഖളായി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം നിസ്കരിക്കാതെ ഇവരെ കൂടെ ഇങ്ങനെ ഈ ചാവക്കാട് കടപ്പുറത്ത് കൂടി ഇങ്ങനെ നടക്കുക. അങ്ങനെ അവിടെയുള്ള ചെക്കന്മാർ വീഡിയോ എടുത്തു. ഇത് പൊതുസമൂഹത്തിനും അറിയിക്കണം. അവരൊക്കെയാണല്ലോ ഈ നല്ല നല്ല പണ്ഡിതന്മാരെ ചീത്ത പറഞ്ഞ് നടക്കുന്നത് സമൂഹത്തിൽ. ഇവരെന്താന്നുള്ളത് ജനങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ വീഡിയോസ് എടുക്കുമ്പോൾ അദ്ദേഹം കണ്ടിവരോട് ചോദ്യം ചെയ്തു, എന്താ നിങ്ങൾ കുടുംബത്തെ ഫാമിലിയൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളോട് ഇവർ കടപ്പുറത്ത് തന്നെ എല്ലാ വീഡിയോസും മൊത്തത്തിൽ എടുക്കുന്ന സ്ഥലമാണ് കടപ്പുറം എന്ന് പറഞ്ഞാൽ. അതിൽ വീഡിയോസ് പെടുന്നവരും പെടാത്തവരും പെടില്ല. അത് ഇവിടെ അതൊന്നും ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഈ പണ്ഡിതനാണ്, യൂട്യൂബിലൊക്കെ പ്രഭാഷണം ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങൾ മഗ്‌രിബ് നിസ്കരിച്ചില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായതാണ്. നിങ്ങളെ തൊട്ടടുത്ത് ഞങ്ങൾ നിസ്കരിച്ചു. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ നടക്കുന്ന കണ്ട് നിസ്കരിക്കുന്നില്ല. അപ്പോൾ ഒപ്പമുള്ള ഒരാൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ടാരോ ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്. ഇല്ല, നിങ്ങൾ നിസ്കരിച്ചില്ല, നിങ്ങളെ കൂടെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. ഞങ്ങൾ വീക്ഷിക്കായിരുന്നു എന്ന രൂപത്തിൽ വരെ പറഞ്ഞു വരും. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ സാഫിറാണെന്ന് പറയണമെങ്കിൽ ഇയാൾ ഇവിടെ 9 കിലോമീറ്റർ അയാൾ നാട്ടിൽ. എങ്ങനെ 9 കിലോമീറ്ററിൻ്റെ സാഫിർ ആകണേ? യാത്രക്കാർക്ക് അനുകൂലം ഉണ്ടാവുമോ?
അപ്പോൾ ഇത്തരം ആളുകളെ പൊതുസമൂഹം തിരിച്ചറിയണം. ഇവരൊക്കെയാണ് പണ്ഡിതന്മാരും മറ്റുള്ള നല്ല നല്ല ആളുകളൊക്കെ ചീത്ത പറഞ്ഞ് പ്രഭാഷണം നടക്കുന്നത്. ഇവരെ സമൂഹം തിരിച്ചറിയുക തന്നെ വേണം. അതിനു വേണ്ടിയാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്, ജനങ്ങളിലേക്ക് സമർപ്പിക്കും. അയ്യേ, ഇയാൾക്ക് ഒത്തും അറിയില്ല. ഇയാൾ എന്താ പറയുന്നത്? അങ്ങനല്ല, അത് ചിലപ്പോ കോമാട്ടിന്റെ കറാമ്പറപ്പ് കണ്ടിട്ടേ ആ കറാമ്പറപ്പ് തനിക്കും കിട്ടുമോന്ന് നോക്കാൻ വേണ്ടിട്ട്, പക്ഷികളൊക്കെ സാധാരണ കടപ്പുറത്താണല്ലോ ഉണ്ടാല്, അവിടുന്ന് ആ കറാമ്പറപ്പ് തനിക്കും ഉണ്ടോന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചിലപ്പം പോയതായിരിക്കും. അപ്പോഴേക്കും നിങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞാലോ, വല്ലാത്ത ജാതി. എന്താ നിങ്ങൾ ഇങ്ങനെ? ഇനി നമുക്ക് സാക്ഷാൽ കോമാട്ടിന്റെ കറാമ്പറപ്പ് കേട്ടോ. ശൈഖുന അപ്പോൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. ഇവർ കുറച്ച് മൗലവിമാരുണ്ടല്ലോ, അതേപോലെ തന്നെ തലീക്കെട്ടൊന്നും വായിക്കാതെ ബെഡ്റൂമിലടക്കം തലീക്കെട്ട് കെട്ടി കിടക്കുന്ന ആൾക്കാരാണ് ഔലിയാക്കന്മാരും മശായിഖന്മാരും എന്നാണ് അവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ എന്താ പറഞ്ഞു വെച്ചറിയാം, നമ്മൾ വിചാരിച്ച ഔലിയാക്കളുണ്ടല്ലോ, നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കി വെച്ച ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അതൊന്നും അല്ലല്ലോ ഇവർ കൊണ്ടെടുക്കണ ഔലിയാക്കൾ. ഓല് കൊണ്ടെടുക്കണ ഔലിയാക്കൾ എന്നാൽ സന്ദർഭത്തിനനുസരിച്ച് കോലം മാറുന്നവരാണ്. അപ്പോ ചിലപ്പം തുണി കഴിച്ചിട്ട് നടക്കും, ചിലപ്പം ഫാൻ്റെ ഇട്ട് നടക്കും, ചിലപ്പം ഹാഫ് കൈയിട്ട് നടക്കും, ചിലപ്പം പെണ്ണുങ്ങളെ ഔറത്തൊന്നും ശരിക്ക് മറക്കാതെ വെളിവാക്കിക്കൊണ്ട് തന്നെ ഓലും കൊണ്ട് നടക്കും. ഇങ്ങനത്തെ ഒരു പുതിയ ഔലിയാക്കളെയാണ് കുരുവട്ടൂരികൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ പിന്നെ ഇനിയിപ്പോ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊന്നും നമ്മളിഞ്ഞ് മസലയോ അല്ലെങ്കിൽ ഔലിയാക്കളുടെ കഴിഞ്ഞകാല ഔലിയാക്കളുടെ ചരിത്രങ്ങളോ അല്ലെങ്കിൽ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞില്ലേ, ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? വറ പിടിക്കുക എന്നുള്ളതാണ്. ഏറ്റവും അഹ്വത്ത് ഏതാണോ അത് പിടിക്കുക, ഏറ്റവും സൂക്ഷ്മത ഏതാണോ അത് പിടിക്കുക. ഇവിടുന്ന് ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, അങ്ങാടിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അന്യ പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ സാധ്യത ഉണ്ട്. എന്നാൽ ഞാൻ അങ്ങോട്ട് പോകാതെ നിൽക്കുക. ഏറ്റവും അഹ്വത്ത് സൂക്ഷ്മത ഏതാ അത് പിടിക്കുക. അതാണ് മഹാന്മാരായ സ്വാലിഹീങ്ങളായ ആളുകൾ നമുക്ക് ത്വരീഖത്ത് എന്താന്ന് പഠിപ്പിച്ചെന്ന്. പക്ഷെ ഇവർ അതൊന്നല്ല കേട്ടോ. സന്ദർഭത്തിനനുസരിച്ച് ഗ്ലോബൽ വില്ലേജിക്ക് പോണോ എന്നാ തലയെക്കെട്ടും ആ മേത്തുകൂടെ ഒന്നായിട്ട് ചുറ്റിപ്പൊതിച്ചിട്ടിന് ആ വിരിയൊക്കെ ഉണ്ടല്ലോ, ആ പുതപ്പുകളൊക്കെ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് താടിയൊക്കെ വേണമെങ്കിൽ ഒന്ന് വെട്ടി ചെറുതാക്കിയിട്ട് അല്ലെങ്കിൽ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അങ്ങനെ അവിടെ പോവുക. അവിടെ അന്യ പെണ്ണുങ്ങളുടെ മുഖത്തിലേക്ക് നോക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട. അല്ലെങ്കിൽ സ്വന്തം പെണ്ണുങ്ങളെ മുഖം മറക്കാതെ, കൈ മറക്കാതെ, മുടി വരെ മറക്കാതെ കൊണ്ടുപോകുമ്പം അവിടെ ഇതൊന്നും നോക്കണ്ട. അവിടെ എവിടെങ്കിലും ഏതെങ്കിലും ഫിഖിന്റെ പണ്ഡിതന്മാര് ഒരു കാലക്കീലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് കണ്ട് ഇത് പുതിയ ഒരു തരം ഏതാണ്? വലിയും ആ വലിയന്റെ ആൾക്കാരുമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ടീമാണ്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യണ്ട, ഇവിടെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്, ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊന്നും പറഞ്ഞാണ്ട് മുദബ്ബിറുൽ ആലം ആരായിരിക്കണം? ഇവർ പറഞ്ഞ മുദബ്ബിറുൽ ആലം ഈ കോമാട്ടുചാലിൽ അബ്ദുള്ളനെയാണല്ലോ അവതരിപ്പിച്ചത്. അപ്പൊ അതിലിപ്പോ നമ്മൾ എന്ത് പറഞ്ഞിട്ട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ നാളെ തുണി കഴിച്ചിട്ടാണ് അവിടെ പോയി എന്ന് വെച്ചോളി. അതിനും അവിടെ അത് ന്യൂജൻ സൂപ്പിയാണ്, ന്യൂജൻ വലിയാണ്. അപ്പൊ നമ്മളത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ കണ്ട ഈ നൗസാദ് പറഞ്ഞ ഈ മൗല്യമാര് കണ്ട ഔലിയാക്കളല്ലാന്ന് ഇവർ കാണുന്ന ഔലിയാക്കൾ എന്ന്. അപ്പൊ ഓര് കാണുന്ന ഔലിയാക്കൾ ഇതൊക്കെ തന്നെയാണ്. സ്വന്തം ഭാര്യന്റെ മുടി പോലും വെളിച്ചത്താക്കി വെളിവാക്കി മുഖവും മുൻകൈയും തണ്ടം കൈയൊന്നും മറക്കാതെ, സ്വന്തം കുട്ടിയെ 5 or 8 വയസ്സായ കുട്ടിയുടെ വസ്ത്രം ഒരു ട്രൗസർ മാത്രം ഇട്ട് കൊടുത്ത്, മുട്ടിന്റെയും എത്രയോ മേലെ കിടക്കുന്ന ട്രൗസർ മാത്രം ഇട്ട് കൊടുത്താണ്ട് ഈ ഗ്ലോബൽ വില്ലേജിലൂടെ അന്യ ആളുകളുടെ ഇടയിലൂടെ നടക്കുമ്പം അത് ഇന്നത്തെ കാലത്തെ ന്യൂജൻ സൂപ്പിയാണ്, ഇപ്പത്തെ കാലത്തെ പുതിയ ഔലിയാക്കളാണ്, ഇമ്മച്ചായിക്കന്മാരാണ് എന്ന് വെച്ചാൽ അവിടെ കഴിഞ്ഞ് ഇനി നമുക്ക് അവിടുത്തെ പറയണ്ട. ഇന്ന് വരെ ഞങ്ങൾ കൃത്യമായിട്ട് പറയാണ്, ഇന്ന് വരെ ഒരാളോട് ഞാൻ ശൈഖാണെന്നോ വലിയാണെന്നോ 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 ഞാൻ ത്വരീഖത്ത് കൊടുക്കുന്നു എവിടെയും പറഞ്ഞിട്ടില്ല. പറഞ്ഞതായി തെളിയിക്കാൻ ഒരു ഉമ്മ പറ്റോനും സാധ്യമല്ല. ഇനി ഒറ്റ സംഭവം കൂടി ഉണർത്തുകയാണ്. പലരോടായി പല രൂപത്തിൽ പറയുന്ന ഒരൊറ്റ സംഭവം. പാസ്പോർട്ട് ലഭിക്കുന്നതിനു മുമ്പ് നിരവധി തവണ അദ്ദേഹം ഹജ്ജിന് വന്നിട്ടുണ്ട് മഹാന്മാരുടെ കൂടെ എന്ന്. അത് പലരും കേട്ടിട്ടുള്ളതാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പലരും ഈ വിഷയം കേട്ടിട്ടുണ്ടായിരിക്കാം. വലിയൊരു പക്ഷി, ആ പക്ഷിയുടെ മുകളിലാണ്, ആ പക്ഷിയുടെ ചിറകിന് മുകളിലാണ് മഹാന്മാരോട് കൂടെ അദ്ദേഹം ഹജ്ജിന് വന്നിട്ടുള്ളത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തോടു കൂടെ സാബിർ അസ്ഹരി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളെ ഒരു തവണ അദ്ദേഹം ഹജ്ജിന് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് എന്നോട് പറയുകയുണ്ടായി. ഇതേപോലെ പലരോടും പല രൂപത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
സാബിർ അസ്ഹരിയും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, ഹാഫിളും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. പലരും ഈ വിഷയം അദ്ദേഹത്തിൽ നിന്ന് തന്നെ നേരിട്ട് കേട്ടിട്ടുള്ളവരായിരിക്കാം. നൌഷാദ് ഹസനി കിതാബടിസ്ഥാനത്തിൽ റൗള ഷെരീഫിന്റെ വിഷയം മാത്രം തെളിയിക്കാൻ സന്നദ്ധനായാൽ പോരാ, ഈ ചിറകിന് മുകളിൽ വന്ന സംഭവം കൂടി കിതാബടിസ്ഥാനത്തിൽ തെളിയിക്കാൻ തയ്യാറാവണം എന്നാണ് അവസരോചിതമായി ഉണർത്തുന്നത്. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്. പ്ലീസ് വെയിറ്റ്, കൂൾ കൂൾ. നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രഷർ അളകരുത്, ഹൈ പ്രഷർ ആകരുത്, ബുദ്ധിമുട്ടായി പോവും. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.